ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഫുൾ ഡേ ഒന്നുമില്ല, ഞാൻ പകുതിക്ക് വെച്ച് മറന്നുപോയി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് കാണാം. അതും ഇന്ന് ക്ലാസ് ഇല്ലാതെ കൊണ്ട് ഒരു സ്ലോ ഡേ ആയിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ തന്നെ പൂരിയും പരിപ്പ് കറിയായിരുന്നു, കൂട്ടത്തിലൊരു ഓംലേറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് പൊമോഗ്രാനറ്റും വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വീഡിയോ പുറകെ കാണാം. അപ്പോൾ രാവിലെ ഇന്ന് വിളിച്ചിട്ട് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് എന്നിലെ ഗംഗ ഉണർന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതിലേക്ക് കടക്കാമെന്ന്. ഈ ഒരു വാളാണ് എൻ്റെ ഒരു ക്യാൻവാസ് ആയിട്ട് ഞാൻ സ്വപ്നം കാണുന്നത്. ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കണം. ഇപ്പുറത്താണെങ്കിൽ നല്ല തണലുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പൂച്ചട്ടിയൊക്കെ ഇവിടെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം എന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടുള്ള ക്ലീനിങ് പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെറ്റാക്കി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാം കേട്ടോ. ചോറ് എടുത്തിട്ടുണ്ട്. ഇതേ ചോറ്, പിന്നെ ഇത് എൾച്ചിക്കീരി എന്നാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ പപ്പടം, റെഡ് പപ്പടമാണ്. പിന്നെ ഇത് റെഡ് ചില്ലി പിക്കിളാണ്. പിന്നെ ഞാൻ ഇതൊരു ജനനി പുളിശ്ശേരി. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചാണ്. ഇപ്പം മിക്ക കടകളിലും ഉണ്ട് കേട്ടോ. അപ്പം 50 രൂപയാണ്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, ഞാനൊന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ്. വീട്ടിലുണ്ടാക്കുന്ന പോലെ ഉണ്ട്, പുളി കുറച്ച് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മേടിച്ച കണ്ടില്ലേ, ഫ്രിഡ്ജിലല്ലായിരുന്നു വെച്ചിരുന്നത്. ചിലപ്പോൾ അതുകൊണ്ട് കുറച്ച് പുളിച്ചതാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഒരു സംഭവം കൊള്ളാം. ഇതിപ്പോൾ മാനുഫാക്ചർ ഡേറ്റ് 21-ാം തീയതിയാണ്, എക്സ്പയറി ഡേറ്റ് 31. അപ്പോൾ ഒരു 10 ദിവസത്തോളം യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 50 രൂപയ്ക്ക് എത്രയാണ് 300 ml കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. അത്യാവശ്യ ഘട്ടത്തിൽ അമ്മമാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയും ഇപ്പം റെഡിമെയ്ഡ് കറികൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വിനായകയുടെ ഇതുപോലെ അവിയലും പിന്നെ പുളിശ്ശേരിയും കാളനും ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ വേറെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കൊള്ളാം. വിനായകയുടെ എനിക്ക് തോന്നുന്നു കാളൻ മേടിച്ചിട്ടുണ്ട്. എനിക്ക് കാളൻ ഭയങ്കര ഇഷ്ടം, അപ്പം അത് മേടിച്ചിട്ടുണ്ട്. അത് കൊള്ളായിരുന്നു. വേറെ ഒന്നും അങ്ങനെ റെഡിമെയ്ഡ് കറിയായിട്ട് നമ്മൾ കഴിക്കില്ലല്ലോ. നമ്മൾ സാധാരണ അച്ചാറും അങ്ങനെയൊക്കെയല്ലേ, പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെയും വരാൻ തുടങ്ങി. ആൾക്കാർക്ക് സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുതിയ പുതിയ ബിസിനസ് ഐഡിയാസാണ്. അപ്പോൾ ഇതുപോലെ ബിസിനസ് ഐഡിയാസൊക്കെ വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ്. അപ്പം ഞാൻ കഴിക്കട്ടെ. തൈരും കൂടി കഴിക്കാം. എനിക്ക് ചൂടൂര് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാ ദിവസവും ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കട്ടത്തൈര്, മിൽക്കി മിസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ പഞ്ചസാര ചേർക്കും, ചിലപ്പോൾ ഉപ്പ് ചേർക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതും കൂടി കഴിക്കാം. പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഡെസേർട്ടും കൂടി ആയല്ലോ. അപ്പം അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2:30 അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോയിട്ട് സൂചിയും നൂലും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു എംബ്രോയ്ഡറി ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് വർക്ക് ബാക്കിയുണ്ട് ഈ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ തന്നെ. അപ്പോൾ അത് കുറച്ച് തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് എംബ്രോയ്ഡറിയും ചെയ്തു. അപ്പോഴേക്കും ശിവ വന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുക്കലൊക്കെ കണക്കാണ്, അതുകൊണ്ടാണ് ബാക്കി എടുക്കാതിരുന്നത്. സോറി കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ഫുൾ ഡേ എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.